La 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 അന്തിവയിൽ പൊന്നുതിരും മേതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും മഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും മേതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും മഞ്ജന താഴ്വരയിൽ കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. പനിനീർക്കിനാക്കളി പ്രണയാമൃതം ഇതു നമ്മൾ ചേരും സുഗന്ധതീരം. അന്തിവയിൽ പൊന്നുതിരും മേതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും മഞ്ജന താഴ്വരയിൽ. വർണ്ണപതംഗം തേടും മൃദുയൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. വർണ്ണപതംഗം തേടും മൃദുയൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. കൗമാരമുന്തിരി തളിർവാടിയിൽ കുളിരാർന്നുവല്ലോ വസന്തരാഗം. അന്തിവയിൽ പൊന്നുതിരും മേതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും മഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും മേതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും മഞ്ജന താഴ്വരയിൽ. പാട്ടിൽ എനിക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ജയദീപിൻ്റെ പെർഫോമൻസിൽ സെക്കൻഡ് ചരണം ഒരു സ്ഥലത്ത് ശരിക്കും കൺട്രോൾ വിട്ടുപോയി പാടിയത്. സെക്കൻഡ് ചരണം ഹൈ സെക്കൻഡ് ഹാഫിൽ ഒന്ന് പാടുക ആ സ്ഥലം. കുളിരാർന്നുവല്ലോ വല്ലോ ആ ലാൻഡിങ് നോട്ട്. അപ്പോൾ ഇത്രയും ഗമകവും സംഗതിയൊക്കെ കഴിഞ്ഞ് നാലുകാലിൽ വീഴണം. കാരണം നമ്മൾ ആക്രോബാറ്റിക്സ് ഒക്കെ കളിച്ച് അതുവഴി സ്ലിപ്പ് ചെയ്ത് വീണാൽ പോയില്ലേ, അത് കൺട്രോൾ ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ശരിക്കും സംഗതികളൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു നമുക്കൊരു കൺട്രോൾ വേണം. അപ്പം നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇതൊക്കെ ഈ ഒരു സംഗതിയും ഗമകമൊക്കെ വന്നു കഴിഞ്ഞാൽ ലാൻഡിങ് നോട്ട് കൺട്രോൾ ഉണ്ടാവണം. അത് ഇറ്റ്സ് മാറ്റർ ഓഫ് പ്രാക്ടീസ്. നമ്മൾ അറിഞ്ഞല്ല പാടുന്നത്, അങ്ങ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഗതികൾ അറിഞ്ഞ് പാടുന്നതും അറിയാണ്ട് വരുന്നതും വ്യത്യാസമുണ്ട്.
ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ അറിഞ്ഞ് പാടിയാൽ നന്നായിരിക്കും എന്താണ് നമ്മൾ പാടുന്നത്. അത് ഈ ലാൻഡിങ് നോട്ടും ഒരു സംഗതി പാടുമ്പം ഇതെവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഗമകങ്ങളും എത്ര മൃഗ വരുന്നുണ്ട്, എന്നിട്ട് ഞാൻ എവിടെ പോയി നിൽക്കുന്നു, ഇത്രയും സാധനങ്ങൾ അറിഞ്ഞ് പാടുമ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ഫീല് വേറെ ആയിരിക്കും. അതിന് കിട്ടുന്ന ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് അത് വേറെയാണ് ആ സംഗതി പാടുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ആയിരിക്കും അത് പാടുന്നത്. അത് നോക്കിയാൽ കൊള്ളാം. പിന്നെ വോയിസ് ചില സമയത്ത് കുറച്ചുകൂടെ ബോൾഡ് ആയാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അത് രണ്ടും നോക്കിയാൽ ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ നല്ല സ്മൈലാണ്, കീപ് ഇറ്റ്. ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരുമായിട്ടും, ഇറ്റ്സ് വെരി ഗുഡ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ലാൻഡിങ് നോട്ട് എന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, അങ്ങനെ മ്യൂസിക് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ സ്ഥലം വന്നപ്പോഴേക്കും എന്തോ ഒരു കുഴപ്പമാണെന്ന് മാത്രം ഉടനെ ഞാൻ ദീപകിനടുത്ത് തിരിഞ്ഞ് നോക്കിയത്. അത് പിന്നെയാണ് മനസ്സിലായത് അതാണ് സംഭവം എന്നുള്ളത്. മേനകാജി കറക്റ്റായിട്ട് ആ ഒരു ടെക്നിക്കൽ ടേം അറിയില്ലെങ്കിലും തെറ്റ് പറ്റുമ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, അത് തന്നെ വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, ചില ഭാഗങ്ങളിൽ ഈവൻ ഗമകങ്ങളുടെ പ്രയോഗങ്ങൾ ചില സമയത്ത്, ഫോർ എക്സാമ്പിൾ പ്രണയാമൃതം, അവിടെ അധികം ഗമകത്തിനല്ല ഇമ്പോർട്ടൻസ്, ആ ഫീൽ അവിടെ അങ്ങനെ ഒരു സംഭവം വരേണ്ട ആവശ്യമില്ല. കൂടുതൽ സ്ട്രെസ്സ് വരേണ്ട ആ ഗമകത്തിന്, അവിടെ ഒരു ഫീൽ, അങ്ങനെയുള്ള ചില സംഭവങ്ങളിൽ അത് ആ ഒരു നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ചെയ്യുക. ആ പാട്ടിൻ്റെ അവിടുത്തെ ഫീൽ എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രയോഗങ്ങളാണ് വേണ്ടത്. പിന്നെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ പോലെ സ്ലിപ്പ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ജഡ്ജസിൻ്റെ കമൻറ്റ് കേട്ടു. ജയദീപിന് എന്താണ് തോന്നുന്നത്? വളരെ ഒന്നും പറയാനില്ല, കറക്റ്റാണെന്ന് പറയേണ്ട ആവശ്യമില്ല, വളരെ സത്യമാണത്. അതിപ്പം നോട്ട് ചെയ്തിട്ടുണ്ട്.